എടുത്തു വെച്ച പാൽപ്പാടയിൽ നിന്ന് നെയ്യ് ഒരുക്കിയെടുത്താലോ? ഇത് സ്ഥിരം അമ്മയാണ് ഉണ്ടാക്കി തന്നു വിടാറ്. അത് തീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഇത് നന്ദിനി മിൽക്ക് ആണ് ഞാനിവിടെ സ്ഥിരം വാങ്ങാറ്. അതിൽ നിന്ന് നമുക്ക് നാട്ടിൽ മിൽമ കിട്ടുന്നതിനേലും ഏറെ പാൽപ്പാടയും നെയ്യും നമുക്ക് കിട്ടും അതിൽ നിന്ന്. അപ്പോൾ ഞാനതൊരു 15 ദിവസം എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ചെറിയൊരു ഐസ്ക്രീം ബൗളിൽ. അത് ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് തണുത്ത വെള്ളവും ഐസ് ക്യൂബ്സും ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കും. കുറേ വട്ടം അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് വെണ്ണ മേളിൽ വിട്ട് വിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുക്കുമ്പോൾ അത് നല്ലപോലെ അതിൽ വെള്ളം മുഴുവൻ വറ്റി അത് മുഴുവൻ പൊട്ടി പൊട്ടി പോയതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കാം. അപ്പം അതിൽ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം നല്ല നെയ്യുടെ മണം വരും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് മാറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ വെള്ളം വറ്റിയതിന് ശേഷം ആ നെയ്യുടെ മണം വരുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം. ഞാനിപ്പം കുട്ടിക്ക് കൊടുക്കേണ്ട ഫുഡുകളിലാണെങ്കിലും ഈ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ തീർന്നപ്പോൾ ഞാൻ ഓർത്തുന്ന വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഇവിടുത്തെ നന്ദിനി മിൽക്കിൽ നിന്നാണെങ്കിൽ നല്ലപോലെ നെയ്യ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.